ഒരു ടൈപ്പ് പൊടി പിടിക്കുന്നത് നമുക്ക് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കാതുണ്ടാവില്ല. ഇത് കൈൻഡ് ഓഫ് സ്ലൈമാണ്. പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ. നമസ്കാരം, എല്ലാവർക്കും മൈസ്പേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കോഴിക്കോടാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. എന്താ പറയുക, വൈഫിനൊരു എക്സാം ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഒരു 1 ഹവറോളം എന്തായാലും ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ ഡാഷ്ബോർഡാകെ മീൻസ് നമ്മുടെ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഏരിയകളിലൊക്കെ ഒരു ടൈപ്പ് പൊടി പിടിക്കുന്നത്. നമുക്കെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഒരു പൊടി. ഇത് എങ്ങനെ നമ്മൾ എന്താ പറയുക ഗ്ലാസ് പൊക്കി ഓടിച്ചാലും എങ്ങനെ ശ്രദ്ധിച്ചാലും ആ പൊടി വരും സ്വാഭാവികമായിട്ടും. നമ്മൾ ചിലപ്പോൾ കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കാതുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതായത് നമ്മളിപ്പോൾ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ നനച്ചൊന്ന് തുടയ്ക്കാനുള്ളൊരു സൗകര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വാഹനത്തിൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ ഉള്ളിലെ പൊടിയും കാര്യങ്ങളൊക്കെ കാണുക. പ്രത്യേകിച്ച് നമ്മളെ ഗിയർ നോബിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് പൊടി അടിഞ്ഞ് ഡസ്റ്റ് അടിഞ്ഞ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഈസി ആയിട്ട് ഡാഷ്ബോർഡിലെ ഇത്തരം പൊടികൾ റിമൂവ് ചെയ്യാനുള്ളൊരു ഈസി വേ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്തതായി ഇതുപോലത്തെ ഒരു സംഗതി വാങ്ങിക്കാൻ കിട്ടും. ഇത് കൈൻഡ് ഓഫ് സ്ലൈമാണ്. ഇത് യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3-4 മാസത്തോളമായി ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഹാഫാക്കി വെച്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഡാഷ്ബോർഡ് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്ത് സർവീസ് ചെയ്തെടുത്ത പോലെ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ആയി കിട്ടും ഇന്റീരിയറിൽ എവിടെയൊക്കെയാണോ നമുക്ക് പൊടിയിൽ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ പൊടിയില്ലാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീൻ. ശരിക്കും പറഞ്ഞാൽ ഗ്രാജുവലി ഇതിലേക്ക് ആ പൊടി ഇങ്ങനെ അബ്സോർവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. ഞാനിപ്പോൾ 3-4 മാസത്തോളം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടൊക്കെ കളർ മാറി തുടങ്ങി, പക്ഷെ എന്നാലും അത്ര ഒരു പൊടി ഇല്ല. പൊടി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇത് എവിടെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ഇത് സ്ലൈമാണ്. നിങ്ങൾക്കറിയാം സ്ലൈം എന്താണെന്നുള്ളത്. വലിച്ച നീളം ആ രീതിയിലുള്ള ഒരു സ്ലൈമാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്തെടുത്താണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമല്ലോ. നമുക്ക് ഇതുപോലെ എന്താ പറയുക, വാഹനത്തിൻ്റെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ അറിയുന്ന കാര്യങ്ങൾ കുറച്ച് പേരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ ജസ്റ്റ് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ് മെറ്റീരിയൽ വരുന്നത്. അത് സ്ലൈം പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റിയറിങ്ങിനോട് ചേർന്ന് വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊടി ഇതുപോലെ ഇങ്ങനെ അടിയുന്നുണ്ടാവും. അത് നമുക്ക് കുറച്ച് പെട്ടെന്നൊന്നും വരത്തില്ല, പക്ഷേ ഞാനിപ്പോൾ കുറച്ചധികം നാളായി ഇത് ക്ലീൻ ആക്കിയിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പൊടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുത്തെ പൊടി ശരിക്കും തുടച്ചെടുത്ത പോലെ, അതായത് നമ്മൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കി അല്ലെങ്കിൽ വാഷ് ചെയ്ത പോലെ തന്നെ ക്ലീനായിട്ട് നമുക്കിങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്തെടുക്കുക. നമുക്ക് സാധാരണ തുണി കൊണ്ട് തുടയ്ക്കുന്ന പോലെ തുടയ്ക്കാതെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടി ഇതുപോലെ ഇങ്ങനെ പോരും. ഈവൻ നമുക്ക് ലോഗോനകത്ത് വരെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ലോഗോൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവാം. അതുവരെ ഈ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പൊടിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയി പോരും. ഈ ലോഗോൻ്റെ ഇടയിലും സ്വിച്ചിൻ്റെ ഇടയിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിനുള്ളിലേക്ക് കയറി പോരുത്. അപ്പോൾ ഞാനിപ്പോൾ സ്വിച്ചിൻ്റെ ഇടയിലും ഇതുപോലെ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഡസ്റ്റ് പാർട്ടികളെല്ലാം ഇങ്ങ് പോരും. ആ ഒരു സ്വിച്ചിൻ്റെ ഒക്കെ ചെറിയൊരു ഗ്യാപ്പുകളുണ്ടല്ലോ, അതിനകത്തൊക്കെ ഉള്ളത് ഇതുപോലെ ഇങ്ങ് പോരും. അപ്പോൾ ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടു, ഇതിനകത്തൊക്കെ നമുക്കൊരു തുടച്ചെടുക്കൽ അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ പോലത്തെ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ശരിക്കും പൊടി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഗിയർ നോബിൻ്റെ അവിടെയൊക്കെ മെയിനായിട്ട് ഗിയർ നോബിൻ്റെ ആ ഒരു ലെതർ സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു ഏരിയയിൽ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് പൊടിയും അതുപോലെ തന്നെ മെറ്റീരിയൽസ് അടിഞ്ഞു കൂടും ഗ്രാജുവലി. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുന്നത് കണ്ടോ, നമുക്ക് എന്ത് സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എന്താ പറയുക, എപ്പോഴും ആ ഒരു ഫിനിഷിങ്ങിൽ ഇരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ മറ്റേത് അവിടെയൊക്കെ ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ച് തുടച്ചാലും അല്ലെങ്കിൽ ഒരു തുണി നനച്ച് തുടച്ചാലും ഒന്നും ഇത്രയും ക്ലീൻ ആയിട്ട് പോരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് പൊടികൾ എന്തായാലും അവിടെ ഇരിക്കും തുണിയേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്. പക്ഷേ ഇത് ഇങ്ങി രീതിയിലാവുമ്പോൾ എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇങ്ങ് അബ്സോർബ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു പൊടിയും ഒരു ഡസ്റ്റ് പാർട്ടികളും അതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളെല്ലാം ഈ സ്വിച്ചുകളും അതുപോലെ എന്താ പറയുക സ്വിച്ചുകളുടെ ഇടയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അത് അകത്തേക്ക് പോയിട്ട് അതിനകത്ത് പൊട്ടിയിട്ട് അതിൻ്റെ ഒരു പോർഷൻ കുടുങ്ങിയിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം സ്വിച്ചിൻ്റെ ഇടയിൽ എന്നുള്ളൂ. സ്വിച്ചിൻ്റെ ഇടയിലും അതുപോലത്തെ ഏരിയകളിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരുന്ന ഏരിയകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആ പൊടി എന്തായാലും അടിയും ഗ്രാജുവലി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രഷ് ഫീൽ കിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ കപ്പ് ഹോൾഡറൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ കപ്പ് ഹോൾഡറിലും അത്യാവശ്യം നന്നായിട്ട് പൊടികളുണ്ടാവും. അത്
നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മൾ കാണാറുണ്ടാവില്ല ചിലപ്പോൾ. നമ്മൾ ഇതുപോലെ എപ്പോഴെങ്കിലും വെറുതെ വണ്ടിയിൽ കുറച്ച് നേരം ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളത് കാണുക. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം നമ്മുടെ വാഹനത്തിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ക്ലീനാക്കി വൃത്തിയായിട്ട് എപ്പോഴും നമുക്ക് ഫ്രഷ് ഫീൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. മറ്റേത് ഇത് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്വം ക്ലീനർ പോലത്തെ എന്തെങ്കിലും മെറ്റീരിയൽ, എന്നാലും നമുക്ക് ഈ കപ്പ് ഹോൾഡറൊന്നും ഇത്ര ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത ഏരിയ ഇപ്പോൾ കണ്ടില്ല, അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് നല്ലൊരു ഫിനിഷിങ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെറങ്ങിൻ്റെ അവിടെ കുറച്ച് മുന്നേ ക്ലീൻ ചെയ്താണ്, അപ്പോൾ ജസ്റ്റ് പറഞ്ഞാണ് അത്. ആ ഏരിയയിലൊക്കെ അതേ ഒരു വൃത്തി കാണാൻ നോക്കും. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിന് മുകളിലും എല്ലാം മുകളിൽ, പക്ഷേ ഇവരെ ശരിക്കും തുണി നനച്ച് തുടയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. അതായത് നമുക്ക് സ്മൂത്തായിട്ട് തുടയ്ക്കാൻ പറ്റില്ല. ബേസിക്കലി ഈ സാധനം അധികം യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകൾ. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ഈ ഒരു പവർ വിൻഡോ കൺട്രോളുകൾ, ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ, തുണി നനച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ മിറർ കൺട്രോൾ ഇതെല്ലാം നമുക്ക് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് വെച്ച്. കണ്ടോ, നമ്മളൊന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞത് ആ ഒരു ഫ്രഷ് ഫീൽ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. മറ്റേത് ഇത് ഇങ്ങനെ ഓരോ മാസം കഴിയുന്തോറും പിന്നെയും ഇതിങ്ങനെ കൂടുതൽ അടിഞ്ഞ് അതൊരു ചെളി പോലെ പിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു എഫോർട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുന്നൊരു സമയത്ത് വാഹനത്തിൽ ഇരിക്കുമ്പോഴേ നമ്മളിത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഗിയർ നോബിൻ്റെ അവിടെയൊക്കെ ഒരു പൊടി പോലും ഇല്ല. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ തന്നെ നമുക്കവിടെ കാണാം. ഇവിടെ ഒരു പൊടിയില്ല. ഞാനൊരു നനച്ച് തുടക്കിയോ വെള്ളം വെച്ചൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന ഏരിയകളിലും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെയൊക്കെ കംപ്ലീറ്റ് ആ ഒരു ഫ്രഷ് ഫീൽ തന്നെ നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് നമുക്കപ്പോൾ വൃത്തികേടായി തോന്നുന്ന സമയം തന്നെ നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈവൻ നമ്മുടെ പവർ വിൻഡോസ് അവരൊക്കെ നമുക്ക് ഒരു പൊടി പോലും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിടത്തോളം ഈ മെറ്റീരിയൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിന് എസ്പെഷ്യലി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ക്ലീൻ ആക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെ ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നല്ലൊരു പ്രോഡക്റ്റാണെന്ന് തോന്നി. അപ്പോൾ ജസ്റ്റ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ തോന്നിയുകൊണ്ട് ജസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം തോന്നുവാണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നു. ഒരു ആമസോണിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം തോന്നുന്ന കയറി നോക്കിയിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഞാൻ ജസ്റ്റ് എനിക്ക് ഉപയോഗിച്ചിട്ട് 3-4 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് കുറച്ചൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് സമയം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അധികം അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ടൈമൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോ മൈൻഡിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഫ്രീ ആവുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനിയും എന്തായാലും കണ്ടിന്യൂസ് ഇതുപോലെ വീഡിയോകൾ ഇനിയും വരും. നമ്മുടെ സമയത്തിനനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആകുമ്പോൾ നമ്മളെന്തായാലും ഇതുപോലത്തെ വീഡിയോസ്, യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഇനിയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീക്വൻ്റ്ലി ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തൊക്കെയാലും അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇടുന്നത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും ഫോളോഅപ്സ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ എന്താ പറയുക ഒരുപാട് വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഇതുപോലത്തെ ഓരോരോ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, കാണാം.